ഹായ് ഹലോ വെൽക്കം ടു അറിവുള്ള ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നല്ല, രണ്ട് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുന്നതിനുള്ള രീതികൾ എന്ന ഭാഗമാണ്. ഇപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ മുന്നിലിരിക്കുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് കുറേ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഇപ്പം അവരെ നിരീക്ഷിച്ചിട്ടും അതുപോലെ പരീക്ഷിച്ചിട്ടും അങ്ങനെ കുറേ മെത്തേഡുകളിലൂടെ നമ്മൾ പ്രധാനമായിട്ട് കടന്നു പോകേണ്ടതുണ്ട്. ഇതിനൊക്കെ ഈ മെത്തേഡുകൾ എന്തൊക്കെയാണ് അതിന്റെ ഘട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം 1-2 മാർക്കിനൊക്കെ എന്തായാലും കേട്ടൻ ഈ സെക്ഷനിൽ മുൻകാലങ്ങളിലൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു വരാറുണ്ട്. അപ്ലിക്കബിൾ ലെവൽ ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്ന് വരിക. അല്ലാണ്ട് നേരിട്ട് എന്താണ് നിരീക്ഷണം, എന്താണ് പരീക്ഷണം എന്ന രീതിയിലായിരിക്കും ചോദ്യം വരിക. അതാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. മറ്റൊരു ചെറിയൊരു ടോപ്പിക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാരമ്പര്യവും പരിസ്ഥിതിയും എന്ന ഭാഗമാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിലെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുന്നതിനുള്ള രീതികൾ, മെത്തേഡ് സ്റ്റഡിങ് ഓഫ് ചൈൽഡ് ബിഹേവിയർ, അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് നിരീക്ഷണം, ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ ലൈനായിട്ട് ഒറ്റൊരു സെന്റൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിയുടെ പെരുമാറ്റം സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കൽ, ഇതാണ് നിരീക്ഷണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള നേരിട്ടുള്ള വിവരശേഖരണം എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ നിരീക്ഷിച്ച് എല്ലാം എഴുതി വെക്കുന്ന രീതി. വിവരശേഖരണത്തിന് തന്നെ നമുക്ക് പല രീതികൾ ഉപയോഗിക്കാം. അത് നേരിട്ടുള്ളതാവാം, അല്ലാണ്ട് ആ കുട്ടി പോലും അറിയാണ്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ആ കുട്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടുള്ള അങ്ങനെയും ചെയ്യാം. നിയന്ത്രിതമാവാം, അല്ലാണ്ട് നിയന്ത്രിതമല്ലാത്ത രീതിയിലും ആവാം. പങ്കാളിത്തപരമാവാം, അതങ്ങനെ അല്ലാത്തതുമാവാം. സ്വാഭാവികമായ വിവരശേഖരണം എന്നൊരു മികവ് ഈ രീതിക്കുണ്ട്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ക്ലാസ് റൂമിൽ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അധ്യാപകൻ ക്ലാസ്സിലൊരു കുട്ടി എങ്ങനെ പഠിക്കുന്നു, സുഹൃത്തുക്കളോട് എങ്ങനെ ഇടപഴകുന്നു, ചോദ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നിവ യാതൊരു ഇടപെടലും കൂടാതെ ശ്രദ്ധിച്ച് രേഖപ്പെടുത്തുന്നതാണ് നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അടുത്തതാണ് കേസ് സ്റ്റഡി, ഏകവ്യക്തി പഠനം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം വട്ടം ഈ സെക്ഷനിൽ ഉദാഹരണമായിട്ടൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനമാണിത്. ഇതിനായി പല തന്ത്രങ്ങളും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പലതരം വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വിദ്യാർത്ഥി പഠനത്തിൽ പിന്നോക്കം നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ട്, അന്തർമുഖനൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ കുടുംബ പശ്ചാത്തലം, പഠനശീലം, ആരോഗ്യനില, ക്ലാസ്സിലെ പെരുമാറ്റം, സുഹൃത്തുക്കളുമായുള്ള ബന്ധം എന്നിവ വിശദമായിട്ട് പഠിച്ച് പ്രശ്നത്തിന്റെ കാരണം കണ്ടെത്തുന്നു. ഇത് കേസ് സ്റ്റഡിക്ക് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് പല രീതിയിലും അപ്ലിക്കബിൾ ലെവലിൽ ചോദ്യങ്ങൾ വരട്ടോ. പിന്നെ വരുന്നതാണ് അഭിമുഖം, ഇന്റർവ്യൂ എന്ന് പറയുന്നത്. മുഖാമുഖത്തിലൂടെ വിവരശേഖരണം നടത്തുന്ന രീതിയാണിത്. നേരിട്ടും ടെലിഫോണിലൂടെയും ഇന്റർനെറ്റ് വഴിയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇന്റർവ്യൂ ആൾക്കാരെ ചെയ്യാം. നേരിട്ട് നമ്മളൊരു വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയാണിത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സാധാരണ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാണില്ല, അതാണ് അങ്ങനെ ഓടിച്ചിട്ട് വായിച്ചു പോകുന്നത് കേട്ടോ. അഭിമുഖം തന്നെ 3 തരത്തിലുണ്ട്. ക്രമീകൃതമായത് എന്ന് വെച്ചാൽ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് നമ്മളൊരു ഡേറ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടുള്ള അങ്ങനെ ഒന്നാണിത്. അർദ്ധക്രമീകൃതമായത്, പിന്നെ ക്രമീകൃതമല്ലാത്തത്. ഈ 3 ഇതിലുള്ളത്. നമ്മൾ കാര്യമായിട്ട് ഉദാഹരണങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല, ഇതുവരെ അങ്ങനെ ചോദ്യങ്ങളും ചോദിച്ച് കണ്ടിട്ടില്ല ഈ സെക്ഷൻ. ഇനി പറയുന്ന മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഉപഖ്യാന രീതി എന്താണെന്ന് നോക്കാം നമുക്ക്. ഒരാൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കുന്ന രീതിയാണ് ഉപഖ്യാന രീതി. ഇതിലൂടെ അയാളുടെ വ്യക്തിഗത സംബന്ധിച്ച പല വിലപ്പെട്ട സൂചനകളും ലഭിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ നിരീക്ഷകൻ അപ്പോൾ തന്നെ രേഖപ്പെടുത്തുന്നു. ഇത് 2 കുളത്തിൽ ചെയ്യാം. 1-ാം കുളത്തിൽ സംഭവ വിവരണവും 2-ാം കുളത്തിൽ അതിന്റെ വ്യാഖ്യാനവും. ഇതിന് ഉദാഹരണമായിട്ട് സ്കൂളിൽ ഇപ്പോൾ ഒരു സന്ദർഭം പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി തന്റെ സുഹൃത്ത് വീണപ്പോൾ ഉടനെ സഹായിക്കുന്നു. അധ്യാപകൻ ഈ സംഭവം തീയതിയും സമയവും ഉൾപ്പെടുത്തി രേഖപ്പെടുത്തുന്നു. ഇത് അനക്ഡോട്ടൽ മെത്തേഡിൽ വരുന്നതാണ്. ഇതിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സഞ്ചിത രേഖ, ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ച് കുട്ടികളെ മനസ്സിലാക്കാൻ വളരെ ഉപകാരപ്പെടുന്ന രീതിയാണിത്. ഒരു വിദ്യാർത്ഥിയുടെ പഠന പുരോഗതി, ഹാജർ, ആരോഗ്യനില, പെരുമാറ്റം, സഹപാഠ്യ പ്രവർത്തനങ്ങൾ, നേട്ടങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ വർഷങ്ങളായും തുടർച്ചയായി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന രേഖയാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ നിർവചനം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും, ഒരു കുട്ടിയുടെ പരീക്ഷാഫലം, ഹാജർ, ആരോഗ്യനില, പിന്നെ ഇതിന്റെ മുന്നേയുള്ള അധ്യാപകരുടെ വിലയിരുത്തലുകൾ, ഇതെല്ലാം കൂടി 1 മുതൽ 7 വരെയുള്ള ഒരു കുട്ടീൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പാടി ഒരുമിച്ച് ഒരു ഫയലിൽ തുടർച്ചയായിട്ട് രേഖപ്പെടുത്തി സൂക്ഷിച്ചു വെക്കുക. ഇതാണ് സഞ്ചിത രേഖ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് ഉപഖ്യാന രേഖയും സഞ്ചിത രേഖയും തമ്മിലുള്ള ഒരു മാറ്റം എന്ന് പറയുകയാണെങ്കിൽ, ഉപഖ്യാന രേഖ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ കുട്ടി എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പ്രത്യേക സ്വഭാവം അറിയില്ല, അതൊക്കെയാണ് ഈ ഉപഖ്യാന രേഖ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഞ്ചിത രേഖ എന്ന് പറയുന്നത് കുട്ടി സ്കൂളിൽ ചേർന്നത് മുതൽ കഴിയുന്നത് വരെ രേഖപ്പെടുത്തുന്ന രേഖയാണ്. സോ ഇത് രണ്ടുമാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞെന്നുള്ളൂ.
ഇനി നോക്കുന്നതാണ് കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുന്നതിനുള്ള രീതികൾ. അത് ചെക്ക് ചെയ്യാനുള്ള കുറച്ച് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. മനഃശാസ്ത്ര ശോധകങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. വ്യക്തികളുടെ ബുദ്ധി, വ്യക്തിത്വം, വികാരം തുടങ്ങിയവയെ കണ്ടെത്താൻ ശാസ്ത്രീയമായി തയ്യാറാക്കിയ കുറച്ച് ശോധകങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ശോധകങ്ങൾ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് കേട്ടോ. ഇവയാണ് മനഃശാസ്ത്ര ശോധകങ്ങൾ അഥവാ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവ വാചികമാവാം, പറഞ്ഞുകൊണ്ടുള്ളതാവാം, ലിഖിതം, എഴുത്തുകൊണ്ടുള്ളതാവാം, പിന്നെ നിർവഹണ രീതി. ഇങ്ങനെ 3 രീതികളാണ് ഈ ടെസ്റ്റുകൾ, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. സൈക്കോളജിക്കൽ ടെക്സ്റ്റിൽ ഒന്നാമത്തെ നോക്കുമ്പോൾ അഭിക്ഷമത, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും. ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഒരു പ്രത്യേക മേഖലയിൽ പഠിക്കാനോ ജോലി ചെയ്യാനോ വിജയിക്കാനോ സ്വാഭാവികമായ കഴിവോ സാധ്യതയോ ആണ് അഭിക്ഷമത ടെക്സ്റ്റുകൾക്ക് വേണ്ടി സാധാരണ യൂസ് ചെയ്യൽ. ഒരു സാധാരണ കോമൺലി യൂസ് ചെയ്തു വരുന്ന 2 ടെസ്റ്റുകളുടെ പേരാണ് മിനസോട്ട ഡെക്സ്റ്റേർഡിറ്റി ടെസ്റ്റും അതുപോലെ ഫിംഗർ ഡെക്സ്റ്റേർഡിറ്റി ടെസ്റ്റും. ഇത് ചോദിക്കാറുണ്ട്, ഏതെങ്കിലും അഭിക്ഷമതയുടെ ഏതാണ് ടെസ്റ്റ് എന്നോ എന്തെങ്കിലും അങ്ങനെ ഓപ്ഷൻസിൽ കൊടുത്തിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കഴിയുന്നതും വീഡിയോ മാക്സിമം ചുരുക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്തത്. വായിച്ചാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു വ്യക്തിയുടെ IQ അളക്കാനാണ് ഇന്റലിജൻസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 ടെസ്റ്റുകളുടെ പേരാണ് വെഷ്ലർ അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിൽ. ഇത് മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണിത്. പിന്നെ വരുന്നതാണ് വെഷ്ലർ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ. 2ന്റെയും ഷോർട്ട് ഫോം ഒന്ന് ഓർത്ത് വെക്കുക, അതിൽ കൊടുത്തിട്ടുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റിൽ അടുത്തതായിട്ട് വരുന്നതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്, പ്രക്ഷേപണ രീതികൾ എന്ന് പറയും. വ്യക്തിയുടെ അബോധ മനസ്സിലുള്ള, അൺകോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ടൈമിലുള്ള വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, സംഘർഷങ്ങൾ എന്നിവ കണ്ടെത്താണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കുറച്ച് ടെസ്റ്റുകളുടെ പേരാണ് ടാറ്റ്, കാറ്റ്, വാറ്റ്, റൊഷാക്ക് ഇങ്ബോൾ ടെസ്റ്റ്. ഈ ടാറ്റ് എന്ന് പറഞ്ഞാൽ തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ്. അതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞത്. ചിലപ്പം ചോദിക്കാം. എന്ന് വെച്ചാൽ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുക്കും, എന്നിട്ട് ചിത്രത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും കഥയോ കാര്യങ്ങളൊക്കെ പറയാൻ പറയും. അത് പറയുന്നതിനനുസരിച്ച് ആ വ്യക്തിയുടെ ചിന്ത, അതുപോലെ വ്യക്തിത്വം എന്താണെന്നൊക്കെ മനസ്സിലാക്കൽ. കാറ്റ് എന്ന് പറഞ്ഞാൽ ടാറ്റിൻ്റെ തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റിൻ്റെ ചൈൽഡ് വേർഷനാണ് വരുന്നത്. പിന്നെ അതുപോലെയാണ് വാറ്റ്, വേർഡ്സ് അസോസിയേഷൻ ടെസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓരോ വാക്കും കാണിച്ചിട്ട് ഉടനെ അടുത്ത ഇതിൻ്റെ ഒരു മനസ്സിൽ വരുന്ന ഒരു വാക്ക് പറയാൻ പറയും. അതാണ് അതിൽ വരുന്നത്. പിന്നെ റൊഷാക്ക് ഇങ്ബോൾ ടെസ്റ്റിൽ വരുന്നതാണ് കുറച്ച് മഷി പുരണ്ട കുറച്ച് ചിത്രങ്ങൾ കാണിക്കും, എന്നിട്ട് അതിനെ പറ്റിയിട്ട് പറയാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യും, ആ വ്യക്തിയുടെ വ്യക്തിത്വവും ചിന്തകളൊക്കെ മനസ്സിലാക്കുന്ന രീതിയാണത്. അടുത്ത ഒരു രീതിയാണ് സർവേ എന്ന് പറയുന്നത്. ഒരു വിഭാഗം ആളുകൾക്കിടയിൽ ഒരു പ്രത്യേക കാര്യത്തോടുള്ള സമീപനം എന്താണെന്ന് മനസ്സിലാക്കാൻ സർവേ ഉപകരിക്കുന്നു. ഇത് സാധാരണയായിട്ട് രക്ഷിതാക്കൾക്കിടയിലും അതുപോലെ സാധാരണ ആൾക്കാർക്കിടയിലൊക്കെ ആയിട്ട് സർവേ നടത്താറുണ്ട്. സർവേയിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ശേഷം വരുന്നതാണ് ക്രിയാഗവേഷണം, ആക്ഷൻ റിസർച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും നമ്മളെ BEdലോ അല്ലാന്നുണ്ടെങ്കിൽ DLEdലോ പഠനത്തിനിടയിലൊക്കെ ആയിട്ട് കുറേ വട്ടം നമ്മൾ ഈ പദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടത്തുന്ന ഗവേഷണ പ്രവർത്തനമാണ് ക്രിയാഗവേഷണം. അധ്യാപകൻ എന്താണ്, എപ്പോഴും ഒരു ആക്ഷൻ റിസർച്ചറാണ്. വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളുടെ സമഗ്രമായ വിലയിരുത്തലിന് ഇത് സഹായിക്കും. അതുവഴി കുട്ടി ഏത് മേഖലയിൽ പഠനം തുടരണം എന്ന്, ഗുണകരം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കുന്നതിൽ കുട്ടിനെയും രക്ഷിതാവിനെയും ഇത് സഹായകരമാകും. ഇതിനൊരു ഉദാഹരണമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വായനാശേഷി കുറവാണെന്ന് അധ്യാപകൻ കണ്ടെത്തുന്നു. സ്റ്റെപ്പായിട്ട് നമ്മൾ പറയാം കേട്ടോ. ആദ്യം എന്താണ് പ്രശ്നം, നമ്മൾ തിരിച്ചറിഞ്ഞു. ഇപ്പം എന്താ, അധ്യാപകൻ എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടെത്തി. എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പാണ് ദിവസം ഒരു 15 മിനിറ്റ് വായനാ പരിശീലനം നൽകാൻ പദ്ധതി ഇടും. പദ്ധതി ഇട്ടതിന് ശേഷം എന്താണ്, അത് നടപ്പിലാക്കുന്നു. എന്നിട്ട് വിദ്യാർത്ഥികളുടെ പുരോഗതി നിരീക്ഷിക്കുന്നു, ഫലങ്ങൾ വിലയിരുത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നു. ഇതാണ് ക്രിയാഗവേഷണത്തിനൊരു ഉദാഹരണമായിട്ട്. പിന്നെ അത് ഒരു അപ്ലിക്കബിൾ ലെവലിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്നത്. സോ ഇത്രയും രീതികളാണ് കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുന്നതിനുള്ള രീതികൾ എന്ന ഭാഗത്തുനിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ. ഇതിലും കുറേ ഉണ്ട്. കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുന്നതിനുള്ള പഠന രീതികൾ എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കിന് ശേഷം വരുന്ന ചെറിയൊരു ടോപ്പിക്കാണ് പാരമ്പര്യവും പരിസ്ഥിതിയും എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ വ്യക്തിത്വവും കഴിവുകളും രൂപപ്പെടുന്നതിൽ പാരമ്പര്യവും പരിസരവും ഒരുപോലെ പ്രധാനമാണ് എന്നാണ് ഇതിൽ കാര്യമായിട്ടുള്ള കോർ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ പാരമ്പര്യം മാതാപിതാക്കളിൽ നിന്നും പിതാമഹന്മാരുടെ വംശത്തിൽ നിന്നും ആർജിച്ച എല്ലാ ഘടകങ്ങളെയും, ശാരീരിക സവിശേഷതകളെയും, ധർമ്മങ്ങളെയും, കഴിവുകളെയും ഉൾക്കൊള്ളുന്നു. ഇതാണ് ഡഗ്ലസും ഹോളണ്ടും ഇതിന് നൽകിയിട്ടുള്ള, പാരമ്പര്യത്തിന് നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഇതിൽ പാരമ്പര്യം, ഹെറിഡിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഫീച്ചേഴ്സ്, സവിശേഷതകൾ, അത് ജീനിലൂടെയാണ് നമുക്ക് പകർന്നു കിട്ടുന്നത്. ക്രോമസോമുകളിലാണ് ജീൻ ഉൾക്കൊള്ളുന്നത്. ഒരു വ്യക്തിയിൽ 23 ജോഡി എന്ന് വെച്ചാൽ ഏകദേശം 46 എണ്ണം ക്രോമസോമുകളുണ്ട്. പാരമ്പര്യ ഘടകങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ബുദ്ധിശക്തി. ഉയർന്ന ബുദ്ധിശക്തിയുള്ള കുട്ടികൾ ബുദ്ധിശക്തി കുറഞ്ഞവരേക്കാൾ വേഗത്തിൽ വികാസം പ്രാപിക്കുന്നു. ഹെറിഡിറ്റിയിൽ ലിംഗഭേദത്തിലേക്ക് നോക്കുന്ന ടൈമിൽ ജനന സമയത്ത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ അപേക്ഷിച്ച് ശരീര വലിപ്പം ഉണ്ടായിരിക്കും. എന്നാൽ പെൺകുട്ടികൾ പെട്ടെന്ന് വളരുകയും ശാരീരിക, മാനസിക, ലൈംഗിക പക്വത നേടുകയും ചെയ്യുന്നു. ഹെറിഡിറ്റിയിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ഗ്രന്ഥികൾ, ഗ്ലാൻസ്. ഈ ഹോർമോണൽ
ഉണ്ടാക്കുന്നതിൽ ഇത് നമ്മളെ വളർച്ചയ്ക്കൊക്കെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊന്നാണ് വംശീയപരമായ സവിശേഷതകൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ നിറം, അതുപോലെ നമ്മളെ ഹെയറിന്റെ തിക്നെസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ പാരമ്പര്യത്തിൽ വരുന്നതാണ്. പാരമ്പര്യത്തിന്റെ ഈ ആശയങ്ങളെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇതിൽ കാണുന്നത്. H.H. ഗോദാർദ്, ഫ്രാൻസിസ് ഗാൾട്ടൺ, G.S. ഷെസിംഗർ. സോ ഇത്രയും പോയിന്റുകളാണ് പാരമ്പര്യ ഹെറിഡിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. ഇനി നമുക്ക് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാ നോക്കാം. നമ്മൾ ജനിച്ചതിന് ശേഷം, ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും പരിസ്ഥിതിയിൽ പെടുന്നു. ഇതാണ് വുഡ്വർത്ത് അഭിപ്രായപ്പെട്ടത്. നമ്മുടെ നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വ്യക്തിയെ സ്വാധീനിക്കുന്ന ചുറ്റുമുള്ള എല്ലാ പദാർത്ഥങ്ങളും ഭൗതിക പ്രതിഭാസങ്ങളും ഉൾപ്പെട്ടതാണ്. കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് സോഷ്യൽ എൻവയോൺമെന്റ്. ആ കുട്ടി ജീവിച്ച് വളരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതും വലിയൊരു ഫാക്ടറാണ്. വായുവും സൂര്യപ്രകാശവും, അതുപോലെ നമുക്ക് ലഭിക്കുന്ന പോഷകാഹാരങ്ങൾ, രോഗങ്ങൾ, പരിക്കുകൾ, സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ, നമ്മളെ കുടുംബത്തിലുള്ള കണ്ടീഷൻ, ഇതൊക്കെ എന്ത് ചെയ്യും, കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെട്ടതാണ്. ശേഷം വരുന്നതാണ് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആശയങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് ന്യൂമാൻ സ്കോഡാക്കും. ഈ സ്കോഡാക്ക് തന്നെ ഇതിനായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് നാച്ചർ വേഴ്സസ് നർച്ചർ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക്. സോ ഇത്രയും കാര്യങ്ങളാണ് പാരമ്പര്യവും പരിസ്ഥിതിയും എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ടോപ്പിക്കിൽ വരുന്നത്. സോ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് അത്യാവശ്യം ലോങ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ കാണാം മറ്റൊരു ടോപ്പിക്കുമായി. ടിൽ ദെൻ ബൈ.